ഹലോ ഗൈസ്, ഇന്ന് ഞാനിവിടെ ഇൻഡിഗയുടെ പുതിയൊരു വർക്കുമായിട്ടാണ് വന്നേക്കുന്നത്. അതായത് ഇൻഡിഗയുടെ ഒറിജിനാലിറ്റി നഷ്ടപ്പെടുത്താതെ ചെറിയ രീതിയിലുള്ള മോഡിഫിക്കേഷൻ. ഇതുമ്പോൾ ചെയ്തേക്കണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിയർ ബമ്പറും ഒരു ഡിഫ്യൂസർ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഡിക്കിമ ഒരു സ്പോയിലർ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഡോർ മിറർ ഇൻഡിഗോ CS ആണ് ഫിറ്റ് ചെയ്തേക്കണത്. മിറർ അഡ്ജസ്റ്റബിൾ ടൈപ്പ്. പിന്നെ ഹെഡ്ലൈറ്റിന്മേ 2 ലിഡും ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഡാഷ്ബോർഡ് ഇൻഡിഗോ CS ആണ് ഫിറ്റ് ചെയ്തേക്കണേ. പിന്നെന്താ, റൂഫ് ബ്ലാക്ക് അടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ഡിക്കി ഓർണമെൻറ്റ്സ് എല്ലാം ബ്ലാക്ക് അടിച്ചത്. ഇതുമ്പോൾ പിന്നെ ആൻഡ്രോയിഡ് 9 കയറ്റിണ്ട്. പിന്നെ സീറ്റ് കവർ അടിച്ചിട്ടുണ്ട്. പിന്നെ ആൾ പറഞ്ഞു വല്ലാണ്ട് ഓവറായിട്ടുള്ള മോഡിഫിക്കേഷനൊന്നും വേണ്ട, നമ്മൾ അത്ര ചെറുപ്പം പയ്യനൊന്നല്ല എന്നും പറഞ്ഞു. പുള്ളി പറഞ്ഞു പിന്നെ എന്ത് വർക്ക് ചെയ്ത് ഒരു കുഴപ്പമില്ല, ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടായിരിക്കണം. അതിപ്പോൾ ബമ്പറായാലും എന്തായാലും പാർട്സുകളൊക്കെ നമ്മൾ പുതിയ വണ്ടി മേടിക്കുമ്പോൾ എങ്ങനെയാണോ അതേപോലെ എല്ലാം പാർട്സും ക്ലിയറായിട്ട് അഴിച്ചെടുത്ത് ഫിറ്റ് ചെയ്യാവുന്ന രീതിയിലാണ് ചെയ്തേക്കണത്. എല്ലാം പെയിൻറ്റിങ് കഴിഞ്ഞിട്ടാണ് ഫിറ്റ് ചെയ്തേക്കണത്. ഇതുമ്പോൾ ഉണ്ടായിരുന്നത് മാനുവൽ വിൻഡോ ആണ്, അത് പവർ വിൻഡോ ആക്കിയിട്ടുണ്ട്. അതായത് 4 ഡോറും പവർ വിൻഡോ. പിന്നെ വണ്ടിയുമ്പോൾ ഉപയോഗിക്കുന്ന പെയിൻറ്റ് മെറ്റീരിയലൊക്കെ കസ്റ്റമർ ഏത് മെറ്റീരിയലാണോ വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതനുസരിച്ചിട്ടാണ് നമ്മൾ ചെയ്യുക. അതിപ്പോൾ ഏത് ബ്രാൻഡായാലും കസ്റ്റമറുടെ ആവശ്യപ്രകാരം ആണ് നമ്മൾ പെയിൻറ്റ് മെറ്റീരിയലൊക്കെ സെലക്ട് ചെയ്യണം. നമ്മൾ പറഞ്ഞു കൊടുക്കും ഇന്ന ബ്രാൻഡ് ഇന്ന പെയിൻറ്റ് അടിച്ചു കഴിഞ്ഞാൽ നല്ല ഗ്ലോസ് കിട്ടും, നല്ല ഡ്യൂറബിലിറ്റി ഉണ്ടാവും എന്നൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും. അപ്പോൾ പുള്ളിക്ക് അത് ആവശ്യമെന്ന് തോന്നി കഴിഞ്ഞാൽ അത് അടിച്ചു കൊടുക്കും. പെയിൻറ്റിങ് എല്ലാം ഓൾമോസ്റ്റ് കഴിഞ്ഞു. ഇനി ഡാഷ്ബോർഡ് എടുക്കാൻ പോകണം. ഡാഷ്ബോർഡ് എടുക്കാൻ ഞാൻ തൃശ്ശൂർ പട്ടാളം മാർക്കറ്റിലാണ് പോയത്. അവിടെ നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ അടുത്ത് ഇൻഡിഗോ CS ഡാഷ്ബോർഡ് ഫുൾ സെറ്റ് അങ്ങനെ തന്നെ അഴിച്ചു മേടിച്ചു. വണ്ടിയിൽ നിന്ന് നിർത്തി അഴിച്ചെടുത്താണ്. ഒരു പാർട്സ് പോലും മിസ്സാവാതെ ഊരിയെടുത്തു. ഇൻഡിഗോ CS ആണെങ്കിൽ ഫിറ്റ് ചെയ്യാനും ഒക്കെ കുറച്ചും കൂടെ ഈസിയാണ്. പിന്നെ അതുപോലെ തന്നെ അതിന് കൺസോളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കാണാൻ കുറച്ചും കൂടെ ബെറ്ററാണ് ഇൻഡിഗേനേക്കാളും. പിന്നെ ഇതുമ്പോൾ കയറ്റിയേക്കുന്ന പവർ വിൻഡോ മോട്ടറൊക്കെ നല്ല വാറണ്ടിയുള്ള ഐറ്റംസാണ്. പിന്നെ ഫുൾ പെയിൻറ്റിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വണ്ടിയുടെ ഫുള്ള് ഭാഗം പെയിൻ്റ് അടിക്കണ്ട, അണ്ടർ ബോഡി വരെ പെയിൻ്റ് അടിച്ച് കൊടുത്തേക്കണം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ വണ്ടി വരുമ്പോൾ ഞാൻ ഫോട്ടോ വീഡിയോ ഒന്നും എടുത്തില്ല. അപ്പോൾ കൊണ്ടുവന്ന കോലം കാണേണ്ട തന്നെയായിരുന്നു. ഓൾമോസ്റ്റ് ഫിറ്റിങ്സ് എല്ലാം കഴിഞ്ഞു. ഇനി അണ്ടർ കോട്ട് അടിക്കണം. അണ്ടർ ബോഡി അടിക്കാനായിട്ട് വാഷിങ് ചെയ്യുന്ന സ്ഥലത്ത് കൊടുത്തിട്ടാണ് ചെയ്തേക്കണം. അടുത്ത് നമ്മുടെ ഡെനിൽ സുഹൃത്ത് ആൻഡ്രോയിഡ് ഫിറ്റ് ചെയ്യണം. ഇതിന് ആൻഡ്രോയിഡ് 9 കയറ്റിയിരിക്കുന്നത്.
ആൻഡ്രോയിഡ് കയറ്റി കഴിഞ്ഞാൽ പിന്നെ ഒരു റിവേഴ്സ് ക്യാമറയും കൂടി വേണ്ടേ, നല്ല അതിൻ്റെ ഒരു ഫിറ്റിങ്സ് സാധനങ്ങൾ പരിപാടികളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് നമ്മുടെ പോളിഷ് ആരംഭിക്കുകയും ഇൻഡിഗോ CS-ൻ്റെ മിറർ പൊളിയല്ലേ, ഇൻഡിക്കേറ്റർ ഉണ്ട് കേട്ടോ. മിററ് ഗ്ലാസ്സൊക്കെ ഉള്ളിൽ നിന്ന് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാവുന്ന ടൈപ്പാണ്. അതൊക്കെ നമ്മൾ ചെയ്തതാണ്. എങ്ങനെയുണ്ട് വണ്ടി? ഇടുവായില്ലേ? വണ്ടി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് അടിക്കുക, അഭിപ്രായങ്ങൾ പറയുക, ഷെയർ ചെയ്യുക. ഇഷ്ടപ്പെട്ടു എന്ന് പറയണം, അതാണ്. പിന്നെ ഇത് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഇതിനു മുന്നേ ഒരു സിൽവർ കളർ ഇൻഡിക വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നിങ്ങളെല്ലാവരും കണ്ടെന്ന് വിശ്വസിക്കുന്നു. കാണാത്തവരുണ്ടെങ്കിൽ നമ്മളുടെ ചാനലിൽ നോക്കിയാൽ കാണാം. നമ്മൾ ചെയ്യുന്ന എല്ലാ വണ്ടികളുടെ വർക്കും 100% സത്യസന്ധതയോട് കൂടിയിട്ടാണ് ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് തോന്നിയെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഈ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക. ഈ വണ്ടിയുടെ മൊത്തം വർക്ക് കഴിഞ്ഞപ്പോൾ എനിക്കൊരു കുറവ് തോന്നിയത് അലോയ് വീലാണ്. അത് പുള്ളി മേടിച്ചതാന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ അങ്ങനെ ആവട്ടെ. എന്നാലും നമ്മുടെ ഷോപ്പിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാൻ ആ സ്റ്റീൽ വീൽ റിമ്മ് ഞാൻ ബ്ലാക്ക് അടിച്ചു.